നമസ്കാരം. വ്യോമയാന ചരിത്രത്തിലെ ഒരു കറുത്ത ദിവസമായിരുന്നു കഴിഞ്ഞ ദിവസം. ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവ്, ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ വളരെ ശക്തനായ ഒരു രാഷ്ട്രീയ നേതാവിനെയാണ്, ജനകീയനായ ഒരു രാഷ്ട്രീയ നേതാവിനെയാണ് കഴിഞ്ഞ ദിവസം വിമാനാപകടത്തിൽ നമുക്ക് നഷ്ടമായത്. മഹാരാഷ്ട്രയിലെ തലസ്ഥാനമായ മുംബൈയിൽ നിന്നും അദ്ദേഹം അജിത് പവാർ എന്ന മഹാരാഷ്ട്രയുടെ ഉപമുഖ്യമന്ത്രി ബാരാമതിയിലെ അദ്ദേഹത്തിൻ്റെ മണ്ഡലമായ ബാരാമതിയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ആ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം റാലികളിലും മറ്റു പൊതുയോഗങ്ങളിലുമൊക്കെ പങ്കെടുക്കാനാണ് അദ്ദേഹം ബാരാമുള്ളയിലേക്ക് മുംബൈയിൽ നിന്നും യാത്രയായത്. ആ യാത്രാമധ്യേ ബാരാമതി എയർപോർട്ടിൽ ഇറങ്ങുന്നതിന് തൊട്ട് മുന്നോടിയായിട്ടാണ് ആ വിമാനത്തിന് സാങ്കേതിക തകരാർ പിടിപെടുന്നത്. വിമാനം ലാൻഡ് ചെയ്യാൻ സാധിക്കുന്നില്ല. റൺവേയിൽ നിന്ന് മാറി ആളൊഴിഞ്ഞ ഒരു സ്ഥലത്തേക്ക് ഈ വിമാനം തകർന്നു വീഴുകയായിരുന്നു. ആ തകർന്നു വീഴുന്നതിൻ്റെ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. വിമാനം ആകാശത്ത് വെച്ച് തന്നെ ഒരു വശം കൊണ്ട് കുത്തനെ ചരിഞ്ഞ് നിലം പതിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അതിദാരുണമായ അന്ത്യമായിരുന്നു. അജിത് പവാറിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഒരു സുരക്ഷാ ജീവനക്കാരൻ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ 2 പൈലറ്റുമാർ, ഒരു ഫ്ലൈറ്റ് അറ്റൻഡൻറ്റ് എന്നിവരടങ്ങുന്ന സംഘമാണ് കഴിഞ്ഞ ദിവസം അപകടത്തിൽപ്പെട്ടത്. ഒരു ചെറു വിമാനമായിരുന്നു. 5 പേർ മാത്രമാണ്, ക്രൂ അടക്കം 5 പേർ മാത്രമാണ് അതിലുണ്ടായിരുന്നത്. ആ വിമാനം തകർന്നു വീഴുന്നതും തീഗോളമായി മാറുന്നതുമൊക്കെ നമ്മൾ കണ്ടതാണ്. തൽക്ഷണം തന്നെ ആ യാത്രികരെല്ലാവരും മരിക്കുന്നു. പിന്നീട് തിരിച്ചറിയാൻ കഴിയാത്ത വിധം മൃതദേഹങ്ങൾ ചിന്നിച്ചിതറി എന്നൊക്കെയാണ് പിന്നീട് വന്ന വാർത്ത. ഇവർ ധരിച്ചിരുന്ന വസ്ത്രങ്ങളും അതുപോലെ തന്നെ ഇവരുടെ വാച്ച് ഉൾപ്പെടെയുള്ള മറ്റ് വസ്തുക്കളും ഒക്കെ കൊണ്ടാണ് മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞത് തന്നെ. എന്തായാലും ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും ദാരുണമായ അല്ലെങ്കിൽ ഏറ്റവും ഭയാനകമായ ഞെട്ടലുളവാക്കിയ ഒരു വിമാന അപകടമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ഇന്ത്യൻ രാഷ്ട്രീയത്തെ തന്നെ പിടിച്ചു കുലുക്കിയ ഒരു വിമാന അപകടമായിരുന്നു. അദ്ദേഹം മഹാരാഷ്ട്രയുടെ ഉപമുഖ്യമന്ത്രിയാണ്. മാത്രമല്ല മഹാരാഷ്ട്രയുടെ ഭരണകക്ഷിയായ മഹായുതി സഖ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടി NCPയുടെ അധ്യക്ഷൻ കൂടിയായിരുന്നു, ദേശീയ അധ്യക്ഷൻ കൂടിയായിരുന്നു. ശരത് പവാർ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അതികായകനാണ്. ശരത് പവാറിൻ്റെ ജ്യേഷ്ഠൻ്റെ അല്ലെങ്കിൽ സഹോദരൻ്റെ മകനാണ് അജിത് പവാർ. ശരത് പവാറുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് NCP പിളർന്നതും NCP അദ്ദേഹം ശരത് പവാറിൽ നിന്നും പിടിച്ചെടുക്കുന്നതുമൊക്കെ നമ്മൾ കണ്ടതാണ്. ഭരണപക്ഷത്തായാലും പ്രതിപക്ഷത്തായാലും ജനകീയനായ ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു അദ്ദേഹം. നിരവധി ആളുകൾ അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ദാദ എന്ന് വിളിച്ചിരുന്നു. ബാരാമതിയുടെ പ്രത്യേകിച്ചും സ്നേഹഭാജനമാണ് ഈ അജിത് പവാർ. അദ്ദേഹം നമ്മോട് വിട ചൊല്ലി. അദ്ദേഹത്തിൻ്റെ സംസ്കാരം ഇന്ന് നടന്നു. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടുകൂടിയാണ് ഇന്ന് നാട് അജിത് പവാറിന് വിട ചൊല്ലിയത്. ഈ വിമാന അപകടത്തെക്കുറിച്ച് പറയുമ്പോഴും മറ്റൊരു വിമാന അപകടം കൂടി ഇന്നലെ ഏതാണ്ട് അതേ സമയത്ത് നടന്നിരുന്നു. സത്യം പറഞ്ഞാൽ ഇന്നലെ ഒരു വിമാനം മാത്രമല്ല അപകടത്തിൽപ്പെട്ടത്. ചെറു വിമാനങ്ങളുടെ ശ്രേണിയിൽപ്പെട്ട 2 വിമാനങ്ങളാണ് ഇന്നലെ അപകടത്തിൽപ്പെട്ടത്. ഒന്ന്, അജിത് പവാർ സഞ്ചരിച്ചിരുന്ന വിമാനം ഇന്ത്യയിലെ ബാരാമതിയിൽ തകർന്നു വീഴുന്നു. ഏതാണ്ട് അതേ സമയത്ത് തന്നെ അതേ ശ്രേണിയിൽപ്പെടുന്ന മറ്റൊരു വിമാനം കൊളംബിയയിൽ തകർന്നു വീഴുന്ന വാർത്തയും പിന്നീട് നമ്മൾ അറിഞ്ഞു. അത് യാദൃശ്ചികമെന്ന് തന്നെ പറയണം. പക്ഷേ ആ വിമാനത്തിലും 15 യാത്രക്കാരാണ് ഉണ്ടായിരുന്നത്. കൊളംബിയയുടെ പൊതുമേഖലാ സ്ഥാപനമായ സെറ്റിന, അതായത് സർക്കാർ ഓണർഷിപ്പിലുള്ള വിമാന കമ്പനിയായ സെറ്റിനയുടെ വിമാനമാണ് ഇന്നലെ അപകടത്തിൽപ്പെട്ടത്. കൊളംബിയയുടെയും അതുപോലെ തന്നെ വെനസ്വേലയുടെയും അതിർത്തി പ്രദേശത്ത് നിന്നാണ് ഈ വിമാനം തകർന്നു വീഴുന്നത്. ഈ പറഞ്ഞതുപോലെ വിമാനം പറന്നുയർന്ന് ഏതാണ്ട് 15 മിനിറ്റുകൾക്കകം സാങ്കേതിക തകരാർ പിടിപെടുന്നു. അതിനുശേഷം അവിടെ തകർന്നു വീഴുന്നു. വിമാനം പെട്ടെന്ന് തകർന്നു വീഴുന്നു. വലിയ തീഗോളമായി ആ വിമാനവും മാറി. ഉണ്ടായിരുന്ന 15 പേരും തൽക്ഷണം ആ അപകടത്തിൽ തന്നെ മരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. വളരെ യാദൃശ്ചികമായിട്ടാണ് ആ വിമാനം നടന്നതെങ്കിലും സമാനമായ വിമാനാപകടമായിരുന്നു ഇവിടെ ഇന്ത്യയിൽ നടന്ന വിമാനാപകടത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ശക്തനായ ഒരു രാഷ്ട്രീയ നേതാവായ അജിത് പവാറിനെ ആയിരുന്നുവെങ്കിൽ കൊളംബിയയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ആ വിമാന അപകടത്തിൽ മരിച്ചത് അവിടുത്തെ ഒരു അതിശക്തനായ രാഷ്ട്രീയക്കാരനാണ്. കൊളംബിയൻ പാർലമെൻറ്റ് അംഗമായ ഡയോജൻസ് കിൻഡറോ ആ വിമാനത്തിൽ ഉണ്ടായിരുന്നു. അദ്ദേഹവും സംഘവും യാത്ര ചെയ്യുന്ന വിമാനമായിരുന്നു. ആ വിമാനമാണ് ഇന്നലെ തകർന്നു വീണത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏതാണ്ട് ഒരേ സമയത്താണ് ഇന്നലെ രാവിലെ 8-9 മണിക്ക് ഇടയ്ക്കാണ് ഈ 2 വിമാനങ്ങളും തകർന്നു വീണിരിക്കുന്നത്. ഒന്ന് ഇന്ത്യയിലും ഒന്ന് കൊളംബിയയിലുമാണ്. യാദൃശ്ചികമാണ്. പക്ഷേ ലോകത്തിൻ്റെ വ്യോമയാന ചരിത്രത്തിലെ തന്നെ കറുത്ത ദിനം എന്ന് പറയാൻ കാരണവും അതുതന്നെയാണ്. ഒന്നല്ല, 2 വിമാനങ്ങളാണ് ഇന്നലെ അപകടത്തിൽപ്പെട്ടത്. 2 വിമാനങ്ങളിലും യാത്ര ചെയ്ത എല്ലാവരും ഇന്നലെ മരിച്ചിരുന്നു. മാത്രമല്ല ഈ 2 വിമാനങ്ങളിലും ഓരോ VVIPകൾ വീതമുണ്ടായിരുന്നു.
അവർ രണ്ടുപേരും രാഷ്ട്രീയക്കാരായിരുന്നു. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്തു തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.